നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ലാലീസ് ഇനിയെന്നും സന്തോഷം. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. പുത്തൂർ നടത്തറ പഞ്ചായത്ത് കൃഷിഭവനുകളുടെ കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് പാടശേഖരത്തിൽ ഞാറുനടീൽ ഉത്സവത്തിൽ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മിൽമ ഷോപ്പി മിൽമ പാർലർ സംസ്ഥാനതല ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. CPM അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. 9 വർഷമായി CPM അഖിലേന്ത്യാ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായ അദ്ദേഹത്തിന്റെ അന്ത്യം പാർട്ടിക്കും രാജ്യത്തിനും തീരാ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും AK ആന്റണി, K സുധാകരൻ തുടങ്ങിയ നേതാക്കളും അനുശോചിച്ചു. പൊതുദർശനം വെള്ളിയാഴ്ച വസന്ത് കുഞ്ചിലെ വീട്ടിൽ നടക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാനതകളില്ലാത്ത സൗമ്യനായ നേതാവായിരുന്നു അദ്ദേഹം. 1974 വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന അദ്ദേഹം 84 കേന്ദ്ര കമ്മിറ്റിയിലെത്തി. ഡൽഹി എയിംസ് ആശുപത്രിയിലായിരുന്നു അന്ത്യം. മൃതദേഹം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി നൽകും. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ CPIM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപും പാർട്ടി നേതാവ് ഫ്രാൻസിസ് താടിക്കാരനും അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ വേർപാട് പാർട്ടി പ്രവർത്തകരിലും പ്രത്യേകിച്ച് CPIMന്റെ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ എല്ലാവർക്കും മാർഗദർശിയായിട്ടുള്ളൊരു വലിയ നേതാവിനെയാണ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടത്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി 2015 മുതൽ പ്രവർത്തിച്ചു വരികയാണ്. അല്പനാളായി ചികിത്സയിലാണെങ്കിൽ കൂടി വളരെ പെട്ടെന്നുള്ളൊരു വേർപാടാണ് പാർട്ടിക്ക് അനുഭവപ്പെട്ടത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ഏറ്റവും ഉയർന്ന മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരായി രാജ്യത്തിൻ്റെ ഒരു പൊതു താല്പര്യം സംരക്ഷിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ മതേതര കക്ഷികളെല്ലാം കൂട്ടിയോജിപ്പിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വളരെ വലിയ പങ്കാണ് സീതാറാം യെച്ചൂരി വഹിച്ചത്. തീർച്ചയായിട്ടും CPMനുണ്ടായ വലിയ നികത്താനാവാത്ത വിടവ്, ആ വിടവ് ഈ പാർട്ടിക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് നികത്താൻ കഴിയാവുന്ന രീതി മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമമാണ് പാർട്ടി പ്രവർത്തനം നടത്തുന്നത്. തീർച്ചയായിട്ടും ആ സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ CPMന്റെ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും. പുത്തൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണസമൃദ്ധി 2024 കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കുരിശുമൂല കൃഷിഭവൻ പരിസരത്ത് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നളിനി വിശ്വംഭരൻ, കൃഷി ഓഫീസർ ദിവ്യ CR, പുത്തൂർ സഹകരണ സംഘം പ്രസിഡന്റ് PG ഷാജി, ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ, പാടശേഖര സമിതി പ്രതിനിധികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പച്ചക്കറി ക്ലസ്റ്റർ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചക്കറികൾ 10% വിലക്കുറവിലാണ് വിറ്റഴിക്കുന്നത്. ഉത്രാട ദിവസം വരെ ഉച്ചവരെ കർഷക ചന്ത പ്രവർത്തിക്കും. നമ്മുടെ ഇന്നത്തെ ഓണച്ചന്ത പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനും സംയുക്തമായിട്ട് നടത്തുന്ന ഇന്നത്തെ ഈ ഓണച്ചന്ത വളരെ എല്ലാ വർഷവും വളരെ വിപുലമായിട്ട് തന്നെ നടക്കാറുണ്ട്. ഈ വർഷവും അതിൻ്റേതായ തനതായ രീതിയിൽ തന്നെ തുടങ്ങുകയാണ്. ഇപ്പോൾ ഇവിടെ പദ്ധതി വിശദീകരിച്ചപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ പറഞ്ഞു, നമ്മുടെ കർഷകരിൽ നിന്നും 30% വിലവർദ്ധനയോടുകൂടി അവരിൽ നിന്ന് പച്ചക്കറി വാങ്ങുകയും 10% കുറച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ കൃഷിഭവനുമായിട്ട് നടത്തുന്നത്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ജനങ്ങൾക്ക്
വളരെ വിലക്കുറവിൽ നമുക്ക് ആദായമായിട്ട് തന്നെ നമുക്ക് പച്ചക്കറി ഉൽപ്പന്നങ്ങൾ നല്ല ജൈവ പച്ചക്കറികളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികളും കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണക്കോടിയും ഓണക്കിറ്റും വിതരണം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MU മുത്തുവിന്റെ അധ്യക്ഷതയിൽ DCC ജനറൽ സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മനോജ് KD, ജോണി അരുമ്പൂർ, NS നൌഷാദ്, ബേബി പാലോലിക്കൽ, മേജോ മോസസ്, സഫിയ നിഷാദ്, സുമേഷ് മുല്ലക്കര, സഫിയ ജമാൽ എന്നിവർ പങ്കെടുത്തു. അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും മനോഹരമായ ഒരു ഓണക്കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ മനോഹരമായ പരിപാടി, ഏറ്റവും നല്ല പരിപാടി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ്. നടത്തറ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്ത, പഴം, പച്ചക്കറി വിപണന മേള പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക കർഷക ക്ഷേമ വകുപ്പിന്റെ ഓണസമൃദ്ധി 2024 പ്രകാരമാണ് സെപ്റ്റംബർ 14 വരെ കർഷക ചന്ത നടത്തുന്നത്. മൂർക്കനിക്കര കൃഷിഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രജിത് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ EN സീതാലക്ഷ്മി, കൃഷി ഓഫീസർ സിനീഷ് എന്നിവർ സംസാരിച്ചു. കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചക്കറികളാണ് വിൽപ്പന നടത്തുന്നത്. പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മാർത്ത് മറിയം വലിയ പള്ളിയിൽ വിശുദ്ധ കുരിശിന്റെ പെരുന്നാൾ സെപ്റ്റംബർ 11 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ. സെപ്റ്റംബർ 11 മുതൽ വിശുദ്ധ കുർബാന, കുരിശുപള്ളിയിൽ ഭക്തിഗാനാലാപനം, സ്ലീവാരാധന, ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം എന്നിവ നിർവഹിക്കും. വലിയ പള്ളി വികാരി റവറന്റ് ഫാദർ KR ഈനാശു സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെൽമിൻ ഡേവിസ്, തിരുനാൾ കൺവീനർ റോയ് EI, കൈക്കാരൻ സോജൻ P ജോൺ, ജോർജ് ജോയ് എന്നിവർ പ്രസംഗിച്ചു. തിരുനാൾ ദിവസം രാവിലെ 7 മണിക്ക് പാട്ടുകുർബാന, അഭിവന്ദ്യമാർ ഔഗ്യൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനാകും. 9 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം, തുടർന്ന് നേർച്ചക്കഞ്ഞി ആശീർവാദം വിതരണം. വൈകുന്നേരം 4 മണിക്ക് റംഷ പ്രാർത്ഥന, സംഗീതാർച്ചന എന്നിവ ഉണ്ടായിരിക്കും. വിശുദ്ധ സ്ലീവ പെരുന്നാൾ വലിയ പള്ളിയിലെ കുരിശുപള്ളിയിലെ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വികാരി റവറന്റ് ഫാദർ KR ഈനാശു നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണം വിപണനമേള പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെട്ടുക്കാട് കുടുംബശ്രീ ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ്, കനറ ബാങ്ക് മാനേജർ ബിബിൻ, വൈസ് ചെയർപേഴ്സൺ ജിഷ നളാനന്ദൻ, അക്കൌണ്ടന്റ് ശ്രീദേവി ജോഷി, ജഷീന, അഗ്രി CRP ദീപ, കൺവീനർ ആർദ്ര കണ്ണൻ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. സെപ്റ്റംബർ 14 വരെ ഓണം വിപണനമേള പ്രവർത്തിക്കും. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിരമിച്ച ജീവനക്കാരുടെ സംഘടനയായ ഓർമ്മക്കൂട്ട് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷം ഒഴിവാക്കി ഓണം കൂടിച്ചേരൽ സംഘടിപ്പിച്ചു. നീക്കിവച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ VK രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് രോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എല്ലാ വർഷവും നൽകി വരുന്നതുൾപ്പെടെ ഓർമ്മക്കൂട്ടിന്റെ സേവനങ്ങൾ മാതൃകാപരമാണ്. CT ദേവി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി VS സേതുമാധവൻ, ആനന്ദരാജ്, മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം KN നാരായണൻ, സത്യനാരായണൻ, AS നദീറ, P കുമാരി, MN ലീലാമ, PR രാജേന്ദ്രൻ, K വേണു, KN ഗോവിന്ദൻ, PK സോമൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് മല്ലയ്യ, KA മുഹമ്മദ്, SAA ആസാദ്, NR സതീശൻ, CA ശങ്കരൻകുട്ടി, നിതിൻ സുഭാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ കേരളീയരുടെ പ്രധാന ഉത്സവമായ ഓണത്തിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കൊല്ലം നമുക്ക് ഓണം ഇതേമാതിരി ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. പ്രാവശ്യം വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആഘോഷമൊക്കെ ഒഴിവാക്കി ഒരു ചെറിയ വിരുന്ന് മാധ്യമപ്രവർത്തകർക്കും പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ കൊടുക്കാനുള്ള തീരുമാനമാണ് എടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാർട്ടി പ്രവർത്തകരെയും നമ്മൾ നമുക്കറിയാം. ഓണത്തിൻ്റെ പ്രധാനത്തെക്കുറിച്ച് നമുക്കറിയാം. ഗതകാല സ്മൃതികളാണ് നമ്മുടെ വാർത്തകളിനി ഇടവേളയ്ക്ക് ശേഷം.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വാർത്തകളിലേക്ക് വീണ്ടും. നെല്ലങ്കരമാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ മുൻവശത്തുള്ള മെയിൻ റോഡിൽ വെളിച്ചക്കുറവ് മൂലം വർദ്ധിച്ചുവരുന്ന അപകടങ്ങൾക്ക് പരിഹാര മാർഗമായി മാർ എസ്തപ്പാനോ സഹദ പള്ളിയുടെ പാരിഷ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന കുരിശു പള്ളിക്ക് മുൻപിൽ വഴിയോര വിളക്ക് സ്ഥാപിച്ചു. ഫാദർ മൈക്കിൾ വള്ളവന്ത്ര സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ബാബു TP, സഭാ കൌൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, ജിൻസൺ പോൾ, G സാലപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിൻസി മൈക്കിൾ, ബേബി ആന്റണി, മിഥുൻ വിൽസൺ, ലിൻഡോ വർഗീസ്, സെബി ഐസക്, TP തിമത്തി, തബി, അശ്വിൻ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. അകമല ഫ്ലൈവെൽ വളവിൽ നിയന്ത്രണം വിട്ട KSRTC ഡീലക്സ് ബസ് പാടത്തേക്ക് മറിഞ്ഞു. തൃശൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സുൽത്താൻ ബത്തേരി കൊട്ടാരക്കര റൂട്ടിലോടുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളവിൽ നിയന്ത്രണം വിട്ട വാഹനത്തിന്റെ മുൻഭാഗം പാടത്തിനരികിലെ വെള്ളച്ചാലിലേക്ക് ഇടിച്ചിറങ്ങി. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് പാടശേഖരത്തിലെ ഞാറുനടീൽ ഉത്സവത്തിൽ ആവേശത്തോടെ പങ്കെടുത്ത് പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ. സ്കൂൾ ഹെഡ് മിസ്റ്റർ റിംസി ജോസിന്റെ നേതൃത്വത്തിൽ പാടത്തെത്തിയ കുരുന്നുകൾ യന്ത്രം ഉപയോഗിച്ചുള്ള നടീൽ കൗതുകത്തോടെ വീക്ഷിച്ചു. ക്ഷേത്രം ഹാളിൽ നടന്ന കൃഷിപാഠത്തിൽ പാടശേഖരം സെക്രട്ടറി ബിജി ബാലൻ, പ്രസിഡന്റ് വിജയകുമാരി സിദ്ധാർത്ഥൻ, വാർഡ് മെമ്പർ ഡെയ്സി ജേക്കബ്, പഞ്ചായത്ത് മെമ്പർ ബിന്ദു സേതുമാധവൻ, മികച്ച ജൈവ കർഷകനായി തിരഞ്ഞെടുത്ത മോഹനൻ കള്ളാടത്തിൽ, മികച്ച പ്രവാസി കർഷകനായി തിരഞ്ഞെടുത്ത ഷിജി സത്യപാലൻ, ക്ഷേത്രം സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ കുട്ടികളുമായി കൃഷി വിശേഷങ്ങൾ പങ്കുവച്ചു. അരി ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന മുതിർന്നവരുടെ ചോദ്യത്തിന് റേഷൻ കടയിൽ നിന്നുമാണെന്ന് ഉത്തരം പറഞ്ഞ വിരുദ്ധൻ മടങ്ങിയത് നെല്ലും ഞാറും നെല്ലിന്റെ മൂപ്പുമൊക്കെ നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ്.
പുത്തൂർ ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടത്തിയ പരിപാടി പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോസ്ലിൻ, HMC മെമ്പർമാരായ സന്തോഷ് കാക്കനാട്ട്, രാമകൃഷ്ണൻ തോപ്പിൽ, ഫാർമസിസ്റ്റ് സന്തോഷ് P, ജയ OT, യേശുദാസ് K ജോൺ എന്നിവർ സംസാരിച്ചു. ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ നിവ്യ KR ക്ലാസ് എടുത്തു. അപ്പോൾ അവരുടേതാകുന്ന ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ മരുന്നുകൾക്കൊക്കെ നൽകിക്കൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് സർക്കാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ആയുർവേദ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ആയുർവേദ ആശുപത്രിയിൽ ഇപ്പോൾ നമ്മൾ നടത്തുന്ന വയോജന ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ST മേഖലയിലുള്ള ക്യാമ്പുകൾ ഗ്രാമപഞ്ചായത്ത് നേരത്തെ തന്നെ നമ്മൾ നടത്തി വരുന്നുണ്ട്. അത്തരം ക്യാമ്പുകൾ വല്ലൂർ കോളനി ആയാലും പഴവള്ളം കോളനി ആയാലും അത്തരത്തിലുള്ള കോളനികളിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് അവർ സഹായിക്കുന്ന നിലപാടുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ വയോജനങ്ങളുടെ കാര്യങ്ങൾ മാത്രം സംസാരിക്കുമ്പോൾ അത് മാത്രമല്ല ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ ആയുർവേദ ആശുപത്രി നടപ്പാക്കി വരുന്നത്. നമുക്കറിയാം 4 പുതിയ പദ്ധതികൾക്കാണ് ഈ ആയുർവേദ ആശുപത്രി തുടക്കം കുറിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികൾക്ക് പുറമെ 4 പുതിയ പദ്ധതികൾ. അത് ഗർഭിണികൾക്കുള്ള ജനനി എന്ന് പറയുന്ന പദ്ധതി, അത് 7 മാസം കഴിഞ്ഞ് പ്രസവിച്ച്. കർഷക കോൺഗ്രസ് അവണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവണൂർ പഞ്ചായത്തിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. മണ്ഡലം പ്രസിഡന്റ് A ബാബുരാജ് അധ്യക്ഷനായി. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി. AICC മെമ്പർ ഗോവിന്ദൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ ഷീബ ജെയ്സൺ, TN നമ്പീശൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയൽ, കരുണാകരൻ, മണികണ്ഠൻ, രവി എന്നിവർ പ്രസംഗിച്ചു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. നവംബർ അവസാനം തൃശൂരിൽ നടക്കുന്ന സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന 12ാം സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം സാഹിത്യ അക്കാദമി ഹാളിൽ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ നിർവഹിച്ചു. സെക്രട്ടറി CP അബൂബക്കർ ഏറ്റുവാങ്ങി. ഡോക്ടർ PV കൃഷ്ണൻ നായർ, ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കുന്നമ്പത്ത്, സെക്രട്ടറി ജോയ് മണ്ണൂർ, സ്വാഗത സംഘം ചെയർമാൻ അലക്സാണ്ടർ സാം, ജനറൽ കൺവീനർ N ശ്രീകുമാർ, അക്കാദമി പബ്ലിക്കേഷൻ ഓഫീസർ നയനതാര,
ഫ്രാങ്കോ ലൂയിസ്, വി സുരേന്ദ്രൻ, കെ കൃഷ്ണകുമാർ, കെ രവീന്ദ്രൻ, ഐ ജോൺ എന്നിവർ പങ്കെടുത്തു. മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റായിരുന്ന JR പ്രസാദാണ് ലോഗോ തയ്യാറാക്കിയത്. പാഠങ്ങൾ പഠിപ്പിക്കാനുള്ള ഒരു സന്ദർഭമാണ് അതൊക്കെ ഇന്ന് കടന്നു പോകുന്നതാണ്. അതിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരമൊരു സംഘടനയുടെ രൂപീകരണം വളരെ ആഹ്ലാദകരമാണ്. അതിൽ നവംബറിൽ നടക്കുന്ന വാർഷിക പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ മിൽമയുമായി സംയോജിച്ച് നടപ്പിലാക്കുന്ന മിൽമ പാർലർ മിൽമ ഷോപ്പി വായ്പാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കോർപ്പറേഷൻ നൽകുന്ന വായ്പ ഉപയോഗിച്ച് സംസ്ഥാനത്ത് ആദ്യമായി തൃശൂർ ജില്ലയിലെ കോടാലിയിൽ മിൽമ ഷോപ്പി ആരംഭിച്ച പ്രവീണയുടെ സംരംഭത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ആദ്യ വിൽപ്പന നടത്തിയാണ് MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലിയിൽ നടന്ന ചടങ്ങിൽ പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ UR പ്രദീപ് അധ്യക്ഷനായി. കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ VP സുബ്രഹ്മണ്യൻ സ്വാഗതം ആശംസിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താനത്ത് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർമാരായ KV ഉണ്ണികൃഷ്ണൻ, KS സൂരജ്, മിൽമ തൃശൂർ ഡയറി മാനേജർ C സജിത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർ റെജിമോൻ എന്നിവർ സംസാരിച്ചു. കോർപ്പറേഷൻ തൃശൂർ ജില്ലാ മാനേജർ TP വിദ്യ നന്ദി രേഖപ്പെടുത്തി. പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗത്തിൽ ഊർജ്ജസ്വലരായ യുവതി യുവാക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ മികച്ച വരുമാനം നൽകുന്ന സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സുവർണ അവസരമാണ് കോർപ്പറേഷൻ ഒരുക്കുന്നതെന്ന് MLA അറിയിച്ചു. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ നെല്ലങ്കരമാർ എസ്തപ്പാറോ സഹദ പള്ളിയിൽ സ്ലീവ തിരുനാളിന്റെ കൊടിയേറ്റം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അഭിവന്ധ്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ മൈക്കിൾ വള്ളവന്ത്രയും റവറൻഡ് ഫാദർ റിനോജ് ഡേവിസ് മാമ്പുള്ളിയുടെയും സഹകാർമ്മികത്വത്തിൽ നടത്തി. കൈക്കാരന്മാരായ TP ബാബു, തിമോത്തി വടക്കൻ, സഭാ കൌൺസിൽ അംഗങ്ങളായ ഹെലൻ ബാബു, ജിൻസൺ പോൾ, ജീസ് AJ എന്നിവർ നേതൃത്വം നൽകി. ഇടവകയിലെ വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. പുത്തൂർ നടത്തറ പഞ്ചായത്ത് കൃഷിഭവനുകളുടെ കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ രാജേഷ് എന്നിവർ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പഞ്ചായത്തിലെ പുത്തൻകാട് പാടശേഖരത്തിൽ ഞാറുനടീൽ ഉത്സവത്തിൽ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മിൽമ ഷോപ്പി മിൽമ പാർലർ സംസ്ഥാനതല ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.